അൽമെൻഡ്രാലജോയിലാണ് സംഭവം. സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഒരു കുന്നിന് മുകളിൽ പണിയെടുക്കുകയായിരുന്നു ഒരു കൂട്ടം തൊഴിലാളികൾ. 2021 സംഭവമാണ്. എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നതുകൊണ്ട് തന്നെ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് നിർമ്മാണ പ്രവർത്തനം. അങ്ങനെ പണി നടക്കവേ തൊഴിലാളികളിൽ ഒരാൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു. ഇടയ്ക്കെവിടെയോ മണ്ണിനൊരു വ്യത്യാസം. തൊടേണ്ട താമസം ഇളകി മാറുകയാണത്. കുഴിക്കും തോറും പുറത്തേക്ക് വരാൻ വെമ്പൽ കൊണ്ട് എന്താ തയ്യാറെടുത്ത് നിൽക്കുന്നത് പോലെ. അയാൾ മറ്റുള്ളവരെയും അത് വിളിച്ചു കാണിച്ചു. തൊട്ടടുത്ത നിമിഷം അവർ കണ്ട കാഴ്ച വർണ്ണനകൾക്ക് അതീതമായിരുന്നു. മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുകയാണ് ഒരു വലിയ കോട്ടയും അതിന്റെ അകത്തളങ്ങളും. തൊഴിലാളികൾ ഉടൻ തന്നെ തങ്ങളുടെ കമ്പനിയെ വിവരം അറിയിച്ചു. അക്യോണ എനർജിയ എന്ന ആ കമ്പനി അറിയിച്ചത് പ്രകാരം പുരാവസ്തു ഗവേഷകർ എത്തി ഖനനവും തുടങ്ങി. 2021 തുടങ്ങിയ ആ ഖനനം കഴിഞ്ഞ ദിവസം പൂർത്തിയായി. ലഭിച്ചതാകട്ടെ 5000 വർഷം പഴക്കമുള്ള 1,40,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങളാണ്. കല്ലും മണ്ണും കുഴച്ചുണ്ടാക്കിയ ഭിത്തിയുടെയും 6 അടിയോളം താഴ്ചയുള്ള കിടങ്ങുകളുടെയും 27 ഇഞ്ച് മാത്രം വീതിയുള്ള വാതിലിന്റെയും അവശിഷ്ടങ്ങൾ ആ കോട്ടയിൽ ഉണ്ടായിരുന്നു. കോപ്പർ ഏജിൽ നിർമ്മിച്ചതെന്ന് വിശ്വസിക്കുന്ന കോർട്ടിജോ ലബാറ്റ എന്ന കോട്ടയുടെ അവശിഷ്ടങ്ങളാണ് ഗവേഷകർ കുഴിച്ചെടുത്തത്. കൂറ്റൻ ചുറ്റുമതിലിനാൽ സംരക്ഷിക്കപ്പെട്ട ശത്രുക്കളെ നിരീക്ഷിക്കാനായി 25ഓളം ടവറുകളുള്ള വലിയ കോട്ട തന്നെയായിരുന്നു കോർട്ടിജോ ലബാറ്റോ. BCE 44 ആണ്ടിന്റെ അവസാനത്തോടെ ശത്രുക്കൾ ഈ കോട്ട കീഴടക്കി തീ വെച്ച് നശിപ്പിക്കുകയായിരുന്നുവെന്നാണ് ഗവേഷകരുടെ നിഗമനം. 400 വർഷം മാത്രമാണ് ഈ കോട്ട ഉപയോഗത്തിലുണ്ടായിരുന്നത്. സ്പെയിനിലെ സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ സീസറം പെരസ് എന്ന പുരാവസ്തു ഗവേഷകന്റെ നേതൃത്വത്തിലാണ് കോർട്ടിജോ ലൊബാറ്റയിൽ പഠനം നടന്നത്. CE-BCE കാലഘട്ടങ്ങളിലെ പുരാതന യൂറോപ്യൻ യുദ്ധമുഖങ്ങളിലേക്ക് വെളിച്ചം വീശുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഈ പഠനം. കോട്ടയിൽ നിന്ന് ലഭിച്ച പ്രതിരോധ സംവിധാനങ്ങളുടെ അവശേഷിപ്പുകളും ചാരത്തിന്റെ സൂചനകളുമെല്ലാം വിരൽ ചൂണ്ടുന്നത് മനുഷ്യകുലത്തിന്റെ അത്ര സമാധാനപരമല്ലാത്ത ജീവിതാന്തരീക്ഷങ്ങളിലേക്കാകാമെന്നാണ് പഠനം ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോഴത്തെ സ്പെയിനും പോർച്ചുഗലും ഫ്രാൻസുമെല്ലാം ഉൾപ്പെടുന്ന കോപ്പർ ഏജിലെ ഐബീരിയൻ പെനിൻസുലയിൽ ഉണ്ടായിരുന്ന രക്തകലുഷിതമായ സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചേരുകയായിരുന്നു ഈ പഠനം. അന്നത്തെ കാലത്ത് ലഭ്യമായതിൽ അത്യാധുനികമായ പ്രതിരോധ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് കോർട്ടിജോ ലൊബാറ്റോ നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടയിലെ അന്തേവാസികൾ നേരിട്ടിരുന്ന നിരന്തരമായ വെല്ലുവിളികളും ഭീഷണികളും ഇത് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച 27 ഇഞ്ച് വലിപ്പം മാത്രമുള്ള വാതിൽ കോട്ടയിലേക്ക് അനാവശ്യ പ്രവേശനം വിലക്കിയിരുന്നതിന് സുപ്രധാന തെളിവാണ്. കോട്ടയുടേതായി കണ്ടെത്തിയ ഒരേ ഒരു വാതിലാണിത്. ശത്രുക്കൾ ഈ വാതിലൂടെ കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നാൽ വാതിലിന്റെ വലിപ്പക്കുറവ് കൊണ്ട് തന്നെ അവർ ഇവിടെ കുടുങ്ങും. ഈ നേരം കൊണ്ട് കാവൽക്കാർ കോട്ടയ്ക്ക് മുകളിൽ നിന്ന് ഇവരെ ആക്രമിക്കുകയും ചെയ്യും. കോട്ട നിർമ്മിച്ചതിന് പിന്നിൽ അതിവിദഗ്ധരുടെ സംഘമുണ്ടെന്ന് തന്നെയാണ് പെരസ് ചൂണ്ടിക്കാട്ടുന്നത്. ഇത് 5000 വർഷങ്ങൾക്ക് മുൻപത്തെ സൈനികമായ മുന്നേറ്റങ്ങളും യുദ്ധമുറകളിലെ കൗശലങ്ങളും സൂചിപ്പിക്കുന്നെന്നും പെരസ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. കോർട്ടിലിജോ ആർക്കും വേണ്ടാതെ ജീർണിച്ചു പോയതല്ലെന്നും അത് വലിയ യുദ്ധത്തിലൂടെ തന്നെ തകർക്കപ്പെട്ടതാണെന്നുമുള്ളതിന് കൃത്യമായ തെളിവുകളും കോട്ട നൽകുന്നുണ്ട്. കോട്ടയ്ക്ക് സമീപത്തു നിന്ന് ലഭിച്ച ചാരത്തിന്റെ അവശിഷ്ടങ്ങൾ 2450 BC-യിലേതാണെന്നാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് സൂചിപ്പിക്കുന്നത്. ഇതൊരു സൈനിക മുന്നേറ്റം ഉണ്ടായതിന്റെ തെളിവുകളാണെന്ന് ഗവേഷകർ കൂട്ടിച്ചേർക്കുന്നു. കോട്ടയുടെ കളിമൺ ഭിത്തിയിൽ നിന്ന് കത്തിയമർന്ന തടിക്കഷ്ണങ്ങളുടെ ശേഷിപ്പുകൾ ഇവർ കണ്ടെടുത്തിരുന്നു. ഈ വാതിലുകളുടെ സമീപത്തൊന്നും തന്നെ തീ പടരാനുള്ള വസ്തുക്കളോ സാഹചര്യമോ ഉണ്ടായതിന് തെളിവില്ല. ഇതുകൊണ്ട് തന്നെ ഇത് കോട്ടയ്ക്ക് ശത്രുക്കൾ തീയിട്ടത് തന്നെയാണെന്നുള്ളതിന് സുപ്രധാന തെളിവാണ്. ആരാണ് കോട്ട ആക്രമിച്ചത് എന്നതിന് ചരിത്രം ഉത്തരം നൽകുന്നില്ല. എന്നാൽ വിചാരിച്ചതിനേക്കാൾ രക്തകലുഷിതമായിരുന്നു കോപ്പർ ഏജ് അഥവാ കാൽക്കോളിത്തിക് പീരീഡ് എന്നത് കോർട്ടിജോയിലെ തെളിവുകളിൽ നിന്ന് കൃത്യമായി വായിച്ചെടുക്കാം. കോർട്ടിജോ ലൊബാറ്റോയിൽ ഗവേഷകർ നടത്തിയ മറ്റൊരു സുപ്രധാന കണ്ടെത്തലാണ് ഇവിടെ യുഗങ്ങളായി മനുഷ്യവാസം ഉണ്ടായിരുന്നതിന്റെ തെളിവുകൾ. ഏകദേശം 11ഓളം ആർക്കിയോളജിക്കൽ സൈറ്റുകൾ പ്രദേശത്ത് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. വെങ്കല ഇരുമ്പ് യുഗങ്ങളിലെ സെറ്റിൽമെന്റുകളും റോമാ സാമ്രാജ്യകാലത്തെ അവശേഷിപ്പുകളും ഇതിൽ ഉൾപ്പെടും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലാണ് റോമാ സാമ്രാജ്യത്തിലെ ഒരു ശ്മശാനത്തിന്റെ ശേഷിപ്പുകൾ. കോട്ടയിലെ കിടങ്ങുകൾക്ക് സമീപമായിരുന്നു ഇത്. ഈ ശ്മശാനത്തിൽ 25-35 വയസ്സ് തോന്നിക്കുന്ന ഒരു പുരുഷന്റെ അസ്ഥികൂടവും ഉണ്ടായിരുന്നു. കാലിൽ മാരകമായി മുറിവേൽപ്പിച്ച് മുഖം മണ്ണിൽ പൂഴ്ത്തിയ നിലയിലാണ് ഇയാളെ അടക്കിയിരിക്കുന്നത്. കുഴിമാടത്തിൽ നിന്ന് പുരാതന റോമാക്കാർ ഉപയോഗിച്ചിരുന്നത് സമാനമായ ഒരു കത്തിയും കണ്ടെടുത്തിരുന്നു. ഇത് സൈനികർ പിന്തുടർന്നിരുന്ന ഒരു ശിക്ഷാരീതിയാവാമെന്നാണ് ഗവേഷകർ കണക്കുകൂടുന്നത്. മരിച്ചയാൾ സൈനികനായിരുന്നോ, ആണെങ്കിൽ ഇയാളെ ശിക്ഷിച്ചതെന്തിന് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് പക്ഷേ ഉത്തരം തേടുകയാണിവർ. എന്തായാലും ഈ ശരീരത്തിന്റെ ശേഷിപ്പുകളുടെ DNA പരിശോധന കഴിയുന്നതോടെ അസ്ഥികൂടത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ കൈവരും. മനുഷ്യ ശരീരത്തിന്റെ ശേഷിപ്പുകളുടെ മറ്റ് വസ്തുക്കളുടെയും കണ്ടെത്തലല്ലാതെ കോർട്ടിജോയിലെ മറ്റ് അന്തേവാസികളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന മറ്റ് കണ്ടെത്തലുകളും ഗവേഷകർ നടത്തിയിട്ടുണ്ട്. കോട്ടയിൽ നിന്ന് ലഭിച്ച കുന്തമുനകളും കല്ലുകൊണ്ടുണ്ടാക്കിയ കോടാലുകളും അരകല്ലും അലങ്കാര വസ്തുക്കളുമൊക്കെ
സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണിവർ. ഇത്രയൊക്കെ ആണെങ്കിലും കോട്ടയിലെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല എന്ന നിഗമനത്തിലൂന്നി തന്നെയാണ് ഗവേഷകർ പഠനവുമായി മുന്നോട്ട് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ച ആ ഇടുങ്ങിയ ഒറ്റവാതിൽ കോട്ടയുടെ കനത്ത സുരക്ഷ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതുകൂടാതെ കോട്ട സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിൽ പണിതതും ശത്രുനീക്കം നേരത്തെ അറിയാനാവണമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഈ വസ്തുതകളെല്ലാം തന്നെ പൊളിച്ചെഴുതുന്നത് ചരിത്രാതീത കാലത്തെ യൂറോപ്പിന്റെ കപട മുഖം തന്നെയാണ്. ഇത്രയും നാൾ കരുതിയതുപോലെ ഒറ്റപ്പെട്ട സമാധാനാന്തരീക്ഷമുള്ള ഗ്രാമങ്ങളല്ല അന്ന് യൂറോപ്പിൽ ഉണ്ടായിരുന്നത് എന്ന് വിളിച്ചോതുകയാണ് കോർഡിജോ ലൊബാറ്റോ എന്ന കോട്ട. കൊല്ലും കൊലയും കൈമുതലാക്കിയ മനുഷ്യർ പ്രാചീന യുഗത്തിലെയും വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. 5000 വർഷങ്ങൾക്ക് മുൻപും വളരെ സ്ട്രാറ്റജിക് ആയ യുദ്ധങ്ങൾ സംഘടിപ്പിക്കുന്നതും നിരാലംബരായ മനുഷ്യരെ കൊന്നൊടുക്കുന്നതുമെല്ലാം മനുഷ്യകുലത്തിന് സ്വതസിദ്ധമായ കാര്യങ്ങളായിരുന്നു.